ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ്ഭഗവദ്ഗീത ദ്വാദശോധ്യായഃ. ഭക്തിയോഗഃ. ഹരി ഓം. ശ്രീമദ്ഭഗവദ്ഗീതയിലെ 12-ാം അധ്യായമായ ഭക്തിയോഗം തുടങ്ങുന്നു. അനന്യഭക്തിയുണ്ടെങ്കിൽ ആർക്കും ദിവ്യമായ ഈശ്വരസ്വരൂപത്തെ അറിയാനും കാണാനും സാക്ഷാത്കരിക്കാനും കഴിയുമെന്ന് ഭഗവാൻ പ്രഖ്യാപിച്ചത് നാം കഴിഞ്ഞ അധ്യായത്തിൽ കേട്ടു. ഇത് കേട്ട അർജുന മനസ്സ് ആ ദിവ്യ അനുഭൂതിക്കായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. വിഭൂതി യോഗത്തിൽ ഭഗവത് വിഭൂതികളെ കേട്ടു. വിശ്വരൂപദർശന യോഗത്തിൽ കേട്ട തത്വം കൺമുന്നിൽ കാണുകയും ചെയ്തു. അടുത്ത പടിയായി അതിൻ്റെ അനുഭവം വേണം, അഥവാ അതിനെ സാക്ഷാത്കരിക്കണം. എല്ലാറ്റിലും എല്ലാം ഞാനാണ് എന്ന വസ്തുതയാണ് വിഭൂതി യോഗത്തിൽ വിസ്തരിക്കുന്നത് എങ്കിൽ എല്ലാം എന്നിലാണ് എന്ന യാഥാർത്ഥ്യമാണ് 11-ാം അധ്യായത്തിൽ നാം കണ്ടത്. പരമാത്മാവ് നിരാകാരനാണ്, നാമരൂപരഹിതനാണ്, ഇന്ദ്രിയ മനോബുദ്ധികൾ കൊണ്ട് അറിയാനോ അനുഭവിക്കാനോ ആവുന്നതുമല്ല. എന്നാൽ വിശ്വരൂപ ദർശനം എന്ന അനുഭവം നിരാകാരമല്ല, സാകാരമാണ്. നിർഗുണോപാസനയാണോ സഗുണോപാസനയാണോ, ഏതാണ് ശ്രേഷ്ഠം എന്നൊരു സംശയം ഇവിടെ വരുന്നു. ഏതുപാസനയായാലും ഭഗവത് ഭക്തി എന്നത് അനിഷേധ്യമായ സാധനയാണ്. മോക്ഷത്തിനായി 3 പദ്ധതികളാണ് ഭഗവത്ഗീത സിദ്ധാന്തിക്കുന്നത്: കർമ്മവും ജ്ഞാനവും ഭക്തിയും. കർമ്മത്തിനും ജ്ഞാനത്തിനും ഭക്തിക്കും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ജ്ഞാനം കൂടാതെ കർമ്മമോ കർമ്മം കൂടാതെ ജ്ഞാനമോ അവ രണ്ടും കൂടാതെ ഭക്തിയോ സംഭവിക്കുന്നതല്ല. കർമ്മമാർഗവും ജ്ഞാനമാർഗവും കഴിഞ്ഞ അധ്യായങ്ങളിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അധ്യായത്തിൽ ഭക്തിയെപ്പറ്റി നിരൂപിക്കാൻ പോവുകയാണ്. ഈശ്വരനെ ഭജന വിഷയമാക്കേണ്ടത് എങ്ങനെ? നിർഗുണനായിട്ടോ സഗുണനായിട്ടോ? ആ ഒരു പ്രശ്നരൂപത്തിലാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. 1-ാമത്തെ ശ്ലോകം. അർജുന ഉവാച ഏവം സതതയുക്തായേ ഭക്താസ്ത്വാം പര്യുപാസതേ യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമാഃ. ഏവം ഇപ്രകാരം, സതതയുക്താം എപ്പോഴും പരമാത്മാവിൽ ഉറച്ച മനസ്സുള്ളവരായി, യേ ഭക്ത ചില ഭക്തന്മാർ, ത്വാം അങ്ങയെ പരമാത്മാവിനെ, പര്യുപാസതേ ഉപാസിക്കുന്നു, അപീച്ച അത്രയുമല്ല, യേ വേറെ ചിലർ, അവ്യക്തം അവ്യക്തമായ, അക്ഷരം അക്ഷരമായി, അതായത് നിർഗുണ ബ്രഹ്മമായി, ത്വാം അങ്ങയെ, ഉപാസതേ ഉപാസിക്കുന്നു, തേഷാം അവരുടെ കൂട്ടത്തിൽ, യോഗവിത്തമാഹ ഉത്തമയോഗം അറിയുന്നവൻ, കേ ആരാണ്? അർജുനൻ ചോദിക്കുന്നു, ഇപ്രകാരം എപ്പോഴും അങ്ങയിൽ തന്നെ മനസ്സുറപ്പിച്ച ചില ഭക്തന്മാർ അങ്ങയെ നിരന്തരം ഉപാസിക്കുന്നുണ്ടല്ലോ. ചിലരാകട്ടെ അവ്യക്തമായ അക്ഷരബ്രഹ്മത്തെയും ഉപാസിക്കുന്നു. അവരിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠരായ യോഗജ്ഞന്മാർ? ഇക്കാലത്തും മതചർച്ചകളിലെ ഒരു തർക്കവിഷയമാണ് അർജുനൻ ഭഗവാനോട് ചോദിച്ചിരിക്കുന്നത്. നിരാകാരോപാസനയാണോ സാകാരോപാസനയാണോ, ഏതാണ് ശ്രേഷ്ഠം? വിഗ്രഹാരാധനയിലൂടെ ഈശ്വര സാക്ഷാത്കാരം സാധ്യമാണോ? പരിമിതമായ വെറും ഒരു പ്രതിമ അപരമേയനായ പരമാത്മാവിൻ്റെ പ്രതീകമാവുന്നത് എങ്ങനെയാണ്? വെറുമൊരു തിരമാല സമുദ്രത്തെ പ്രതിനിധാനം ചെയ്യുമോ? ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തതിനെ അവ്യക്തമെന്നും ഗോചരമായതിനെ വ്യക്തം എന്നും പറയും. വിഷയവിരക്തമായ മനസ്സുകൊണ്ട് അവ്യക്തമായ നിർഗുണ ബ്രഹ്മത്തെ ഉപാസിക്കാം, അതായത് നിരാകാരോപാസന ചെയ്യാം. ഭഗവത് പ്രേമം നിറഞ്ഞ ഹൃദയത്തോടെ വ്യക്തമായ സഗുണമൂർത്തിയെയും ഉപാസിക്കാം, അതായത് സാകാരോപാസന ചെയ്യാം. മറ്റൊരിടത്തും മനസ്സിനെ വിടാതെ ഭഗവാനിൽ തന്നെ മനസ്സിനെ നിർത്തിയവരെയാണ്
സതതയുക്തന്മാർ എന്ന് പറയുന്നത്. ഇവിടെ യോഗ ശബ്ദത്തിന് ഭഗവാനിൽ മനസ്സിനെ നിർത്തുക എന്നാണ് അർത്ഥം. ഭഗവാനിൽ മനസ്സുറപ്പിച്ച 2 തരത്തിൽപ്പെട്ടവരും ശ്രേഷ്ഠന്മാർ തന്നെ. എങ്കിലും അതിൽ തന്നെ കൂടുതൽ ശ്രേഷ്ഠത്വം ആർക്ക് എന്നതാണ് ചോദ്യത്തിൻ്റെ ആശയം. ഈ സംശയത്തിന് ഉത്തരമായി പരമാത്മാവിനെ സഗുണനായി സാകാരനായി ഉപാസിക്കുന്ന ഭക്തന് വേണ്ട ഗുണങ്ങളെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഭക്തി നിരൂപണം തുടങ്ങുന്നു. 2-ാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാനുവാച മയ്യാവേശ്യ മനോ യേ മാം നിത്യയുക്താ ഉപാസതേ ശ്രദ്ധയാ പരയോ ഭേദാ തേ മേ യുക്തതമാമദാഃ. മയി എന്നിൽ പരമാത്മാവിൽ മനഃ മനസ്സിനെ ആവേശ്യ പ്രവേശിപ്പിച്ചിട്ട് നിത്യയുക്താഹ എല്ലാം പരമാത്മാവിൽ തന്നെ സമർപ്പിക്കുന്നവരായി പരയാ അത്യന്തം ശ്രദ്ധയാ ശ്രദ്ധയോട് ഉപേദാഹ കൂടിയവരായി യേ ആരെല്ലാം മാം എന്നെ പരമാത്മാവിനെ ഉപാസതേ ഉപാസിക്കുന്നുവോ തേ അവർ യുക്തതമാഹ ശ്രേഷ്ഠന്മാരെന്ന് മേ മതാഹ എൻ്റെ അഭിപ്രായമാകുന്നു. അർജുനൻ്റെ ചോദ്യത്തിന് ഭഗവാൻ മറുപടി പറയുന്നു. ഏത് ഭക്തന്മാർ വിശ്വരൂപനായ എന്നിൽ മനസ്സിനെ പ്രവേശിപ്പിച്ചിട്ട് ഇടതടവില്ലാതെ അതിൽ തന്നെ മനസ്സിനെ നിർത്തിയവരായിട്ട് ഉത്കൃഷ്ടമായ ശ്രദ്ധയോടുകൂടിയവരായിട്ട് എന്നെ സേവിക്കുന്നുവോ അവർ അത്യന്തം ശ്രേഷ്ഠരായ യോഗികളാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. സഗുണോപാസനയ്ക്ക് നിർഗുണോപാസനയേക്കാൾ പ്രയാസം കുറയും. എന്നാൽ ഭക്തി സാധന കൊണ്ട് ഉദ്ദേശിച്ച ഫലം ഉണ്ടാവണമെങ്കിൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമതായി മയ്യാവേശ്യ മനഃ എന്നിവിടെ പറയുന്നു. മനസ്സിനെ എന്നിൽ പ്രവേശിപ്പിച്ചിട്ട്, അതായത് മനസ്സ് ഈശ്വരനിൽ ലയിച്ച് ഒന്നാവണം, തന്മയത്വം പ്രാപിക്കണം. 2-ാമതായി നിത്യയുക്താ ഉപാസതേ പരമാത്മാവിൽ തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തുന്നവരാണ് നിത്യയുക്തന്മാർ. ഉപ എന്നാൽ സമീപേ, ആസനം എന്നാൽ ഇരുത്തം. അപ്പോൾ ഉപാസന എന്നാൽ മനസ്സിനെ പരമാത്മ സമീപത്ത് ഇരുത്തൽ. 3-ാമതായി ശ്രദ്ധയാ പരയോപേതാഹ പരമശ്രദ്ധയോടെ ശാസ്ത്രവും ഗുരുവും പറയുന്ന കാര്യങ്ങൾ ഒരുപോലെ വിചാരം ചെയ്ത് സത്യമാണ് എന്ന് കണ്ടെത്താനുള്ള ബുദ്ധിയുടെ കഴിവിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഈ കഴിവ് നന്നായി വികസിപ്പിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആത്മാനുഭൂതി കൈവരിക്കാൻ കഴിയൂ. പരിപൂർണ വിശ്വാസവും ഏകാഗ്രതയും ഉണ്ടെങ്കിൽ സഗുണോപാസന ശ്രേഷ്ഠം തന്നെ എന്നർത്ഥം. യുക്തതമന്മാർ ഇവർ മാത്രമാണോ? മറ്റുള്ളവരൊന്നും യോഗികളല്ലെന്നാണോ? അതിനുള്ള ഉത്തരം അടുത്ത 2 ശ്ലോകങ്ങളിലായി പറയുന്നു. 3ഉം 4ഉം ശ്ലോകങ്ങൾ ഒരുമിച്ച്. യേത്വക്ഷരമനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസതേ സർവത്ര ഗമചിന്യം ച കൂടസ്ഥമചലം ധ്രുവം സംനിയമ്യേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേ രതാഃ. ഇന്ദ്രിയഗ്രാമം ഇന്ദ്രിയ സമൂഹത്തെ സംയമ്യ അടക്കിയിട്ട് സർവത്ര എല്ലായിടത്തും സമബുദ്ധയ സമഭാവനയുള്ളവരായി സർവഭൂതഹിതേ സർവജീവികളുടെയും ഹിതത്തിൽ രതാഹ താൽപ്പര്യമുള്ളവരായി ഏതൊരുത്തരാകട്ടെ അനിർദ്ദേശ്യം നിർദ്ദേശിക്കാൻ വയ്യാത്തതും, അതായത് ഇന്ന പോലെ ഇത് എന്ന് ചൂണ്ടിക്കാണിക്കാനാകാത്തതും, അവ്യക്തം വ്യക്തമല്ലാത്തതും, അചിന്യം ചിന്താവിഷയമാകാത്തതും, കൂടസ്ഥം പ്രപഞ്ചത്തിന് ആധാരമായതും, അചലം ഇളക്കമില്ലാത്തതും, ധ്രുവം ശാശ്വതമായതും, സർവത്രകം ച എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതുമായിട്ട് അക്ഷരം ബ്രഹ്മത്തെ പര്യുപാസതേ ഉപാസിക്കുന്നുവോ തേ അവർ മാമേവ എന്നെ തന്നെ പ്രാപ്നുവന്തി പ്രാപിക്കുന്നു.
ഇന്ദ്രിയങ്ങളെയൊക്കെ വേണ്ടും വണ്ണം നിയന്ത്രിച്ച് സർവത്ര സമബുദ്ധിയോടെ സർവജീവികളുടെയും നന്മയിൽ തൽപരനായി ആരാണോ സർവവ്യാപിയും അചിന്യവും കൂടസ്ഥവും അചലവും ശാശ്വതവും അനിർദ്ദേശ്യവും അവ്യക്തവും ആയ അക്ഷരബ്രഹ്മത്തെ ഉപാസിക്കുന്നത് അവർ എന്നെ തന്നെ പ്രാപിക്കുന്നു. ഈശ്വരനെ സാകാരഭാവത്തിൽ ഉപാസിക്കുന്ന ഭക്തന് ഉത്തമയോഗിയായി തീരാൻ വേണ്ട ഗുണങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ശ്ലോകത്തിൽ വിവരിച്ചു. ഇനി നിരാകാരോപാസകർക്ക് വേണ്ട യോഗ്യതകൾ എന്തെന്ന് ഈ ശ്ലോകങ്ങളിൽ വിവരിക്കുന്നു. ഒന്നാമത്തെ വിശേഷണമായി പറയുന്നത് അക്ഷരം, അതായത് നാശരഹിതം എന്നർത്ഥം. നാമരൂപങ്ങളോട് കൂടിയ എല്ലാ ദ്രവ്യങ്ങളും നശ്വരങ്ങളാണ്. ഗുണങ്ങളുള്ള വസ്തുക്കളെ മാത്രമേ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാനും കഴിയൂ. പരമാത്മാവ് നിർഗുണനാണ്, നാശരഹിതനുമാണ്. നിർഗുണമായ ബ്രഹ്മം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ല എന്നറിയണം. രണ്ടാമതായി അനിർദ്ദേശ്യം എന്ന് പറയുന്നു, നിർവചിക്കാനാവാത്തത്. നാം കാണുന്ന ഗുണങ്ങളെ ആധാരമാക്കിയാണ് ഓരോ വസ്തുക്കളെയും നിർവചിക്കുന്നത്. എന്നാൽ അഗോചരമായ അവ്യക്തമായ ഒരു വസ്തുവിനെ ഇന്ന പ്രകാരം ഉള്ളതാണ് എന്ന് നമുക്ക് നിർവചിക്കാനാവില്ല, നിർദ്ദേശിക്കാനാവില്ല. അതിനാൽ ബ്രഹ്മം അനിർദ്ദേശ്യമാണ്. മൂന്നാമത്തേത് സർവത്രകം, സർവവ്യാപി. ഗുണരഹിതനായതുകൊണ്ട് അവ്യക്തവും അനിർദ്ദേശ്യവും ആയ പരമാത്മാവ് സർവത്ര വ്യാപിച്ച് നിലകൊള്ളുന്നു. അതങ്ങനെയാവാതെ തരവുമില്ല. കാരണം ഏതെങ്കിലും ഒരിടത്ത് പരമാത്മാവ് ഇല്ല എന്ന് വന്നാൽ അതൊരു പരിമിത വസ്തുവാണ് എന്ന് വരും. അതിന് രൂപം മുതലായ ഗുണങ്ങളും ഉണ്ടാവും, അതിന് നാശവും ഉണ്ടാവുകയും ചെയ്യും. ഇത് അങ്ങനെയല്ല. അടുത്തത് അചിന്യം, ചിന്താവിഷയമല്ലാത്തത്. നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും വിഷയമാവുന്ന എന്തും ക്ഷരവസ്തുക്കൾ അഥവാ നശ്വര വസ്തുക്കളാണ്. എന്നാൽ അക്ഷരബ്രഹ്മത്തെ മനസ്സുകൊണ്ട് സങ്കല്പിക്കാനോ ബുദ്ധി കൊണ്ട് ചിന്തിച്ചറിയാനോ ആവുകയില്ല. അഞ്ചാമതായി കൂടസ്ഥം അഥവാ മാറ്റമില്ലാത്തത് എന്ന് പറയുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചവസ്തുക്കൾക്കെല്ലാം ആധാരമായ ആത്മാവ് സ്വയം മാറ്റത്തിന് വിധേയമല്ല. ഉദാഹരണമായി ഒരു ലോഹപ്പണിക്കാരൻ അയാളുടെ ആലയിലെ കൂടത്തിൽ ലോഹക്കഷണങ്ങൾ വെച്ച് ചുറ്റിക കൊണ്ടടിച്ച് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കുന്നു. ലോഹക്കഷണങ്ങൾക്ക് മാത്രമാണ് അവിടെ മാറ്റമുണ്ടാകുന്നത്. കൂടം അതുപോലെ തന്നെ നിൽക്കുന്നു. പ്രപഞ്ചത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും അതിനെല്ലാം ആധാരമായി നിൽക്കുന്ന പരമാത്മാവ് കൂടം പോലെ മാറ്റമില്ലാതെ നിൽക്കുന്നു. അടുത്തതായി അചലം, ഇളക്കമില്ലാത്തത്. ഏതൊരു വസ്തുവിനും ഒരിടത്തു നിന്നും അതില്ലാത്ത മറ്റൊരിടത്തേക്ക് കാലം കൊണ്ട് നീങ്ങാം. അതായത് സ്ഥല കാല പരിധിയിൽ വരുന്ന മാറ്റമാണ് ചലനം. ഉള്ളിടത്ത് നിന്നും ഇല്ലാത്തിടത്തേക്കേ നീങ്ങാനാവൂ. എന്നാൽ പരമാത്മാവ് സർവവ്യാപിയാണ്. അതില്ലാത്ത ഒരു സ്ഥലമോ കാലമോ ഇല്ല. ഇവിടെയും അവിടെയും എവിടെയും നിറഞ്ഞിരിക്കുന്നു. ഭൂതവും വർത്തമാനവും ഭാവിയും എല്ലാം അതിലാണ് സംഭവിക്കുന്നത്. അതിനാൽ പരമാത്മാവിൽ ചലനം എന്നത് സാധ്യമേയല്ല. ധ്രുവം അഥവാ ശാശ്വതം എന്നതാണ് അടുത്ത വിശേഷണം. ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും പരിമിതികൾക്കുള്ളിൽ നിൽക്കുന്ന വസ്തുവിനാണ് പരിണാമം സംഭവിക്കുന്നത്. ചൈതന്യസ്വരൂപമായ പരമാത്മാവ് മാറാതെ എപ്പോഴും എവിടെയും ഒരുപോലെ നിലകൊള്ളുന്നു. കാലത്തിന് അധിപനായ പരമാത്മാവ് നിത്യനാണ്. എന്നും പരിണമിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിന് അധിഷ്ഠാനമായ ബ്രഹ്മത്തെയാണ് നാം മേൽ വിവരിച്ച പദങ്ങളെ കൊണ്ട് വിശദീകരിച്ചത്. സാകാര ഉപാസകന്മാർക്ക് വേണ്ട 3 ഗുണങ്ങളെ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ നിരാകാര ഉപാസകന്മാർക്കും ഒഴിച്ചുകൂടാനാവാത്ത 3 ഗുണങ്ങളെയും ഇവിടെ നിഷ്കർഷിക്കുന്നു. ഒന്നാമതായി സംനിയമ്യേന്ദ്രിയ ഗ്രാമം. ഇന്ദ്രിയങ്ങളാകുന്ന കവാടങ്ങളിലൂടെയാണ് ബാഹ്യപ്രപഞ്ചം നമ്മിലേക്ക് കടന്നു വരുന്നത്. മനസ്സ് ബാഹ്യവിഷയങ്ങളിലേക്ക് ചാടുന്നതും ഇന്ദ്രിയങ്ങൾ വഴി തന്നെയാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നല്ലതുപോലെ അടക്കുക. രണ്ടാമത്തതായി സർവത്ര സമബുദ്ധയ. സാഹചര്യമോ അനുഭവമോ എന്തു തന്നെയായാലും
ബുദ്ധി പതറാതെ സദാസമയവും സമഭാവനയോടെ വർത്തിക്കുക. നാമരൂപ വൈവിധ്യമാർന്ന ഈ ജഗത്തിലെ എല്ലാറ്റിനെയും കോർത്തിണക്കുന്ന കണ്ണി ഏകമായ പരമ്പൊരുൾ തന്നെയാണ് എന്നതാണ് സമദർശനം അഥവാ സമബുദ്ധി. മൂന്നാമതായി സർവഭൂതഹിതേരതാഹ. ലോകസേവ ഒരു സാധകന്റെ ജീവിതവ്രതമായിരിക്കണം. സർവജീവികളുടെയും നന്മയിൽ തൽപരനായി അക്ഷീണം പ്രവർത്തിക്കാൻ അവൻ ഉത്സുകനായിരിക്കണം. ഇന്ദ്രിയങ്ങളെ ശരിയായി നിയന്ത്രിച്ച് സമചിത്തതയോടെ ലോകസേവാ തൽപരരായ സാധകന്മാർക്ക് നിരാകാരോപാസനയിലൂടെ പരമാത്മാവിനെ പ്രാപിക്കാം. വിവാദപരമായ അർജുനന്റെ ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരമാണ് ഭഗവാൻ നൽകിയിരിക്കുന്നത്. ഏത് മാർഗം അവലംബിച്ചാലും ഓരോന്നിലും അവശ്യം വേണ്ടുന്ന നിഷ്ഠകൾ പാലിച്ചാൽ സിദ്ധിക്കുന്ന ഫലം ഒന്നു തന്നെയാണ്. ഹരി ഓം തത്സത്.